ഇസ്ലാം മതത്തിൽ സ്ത്രീകൾ എത്ര സുരക്ഷിതരാണ്? ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. സ്ത്രീയായി ജനിച്ചാൽ, അതും ഇസ്ലാം മതത്തിൽ ജനിച്ചാൽ അവൾ എത്ര ഭാഗ്യവതിയാണ് എന്ന് നോക്കൂ. സ്വന്തം പിതാവ് സ്വന്തം മകളെ അന്യൊരുത്തിൻ്റെ കയ്യിൽ പിടിച്ചു കൊടുക്കുമ്പോൾ അവനോട് കാണിക്കുന്നു നോക്കൂ. ആ ആംഗ്യ ഭാഷ എല്ലാവർക്കും മനസ്സിലാവും. ആ ആംഗ്യത്തോട് ആ പിതാവ് പറയുന്നു, മോനെ, നിനക്കെൻ്റെ മോളെ ഭാരമായി എന്ന് നിനക്ക് തോന്നുന്നുവോ? അന്ന് എൻ്റെ വീട്ടിൽ കൊണ്ടാക്കണം. അവളുടെ ശരീരം മാത്രം നീ കേടുവരുത്തരുത്. എത്ര സുന്ദരമായ ആ പിതാവിൻ്റെ കണ്ണുകൾ! ശരീരത്തിൽ രോമാഞ്ചമുണ്ടാകുന്നു ആ വാക്കുകൾ. നോക്കൂ, ഇതാണ് യഥാർത്ഥ പിതാവ്. സ്ത്രീയെ, ഇസ്ലാമിൽ ജനിച്ച സ്ത്രീയെ, നീ എത്ര ഭാഗ്യവതിയാണ്. ചെറുപ്പകാലങ്ങളിൽ നീ മാതാപിതാക്കളുടെ സംരക്ഷണത്തിൽ വളരുന്നു. കല്യാണം കഴിഞ്ഞാൽ ഭർത്താക്കന്മാരുടെ സംരക്ഷണത്തിൽ വളരുന്നു. വാർദ്ധക്യമായാൽ സ്വന്തം മക്കൾ നിങ്ങളെ സംരക്ഷിക്കുന്നു. അങ്ങനെയുള്ള സ്ത്രീകൾ എത്ര ഭാഗ്യവതികളാണ്. അവരെന്ത് സമ്പാദിക്കാൻ പോകണം? അവരെന്തിന് ജോലിക്ക് പോകണം? സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് സ്വന്തം മക്കളെയും ഭർത്താവിനെയും ഇഷ്ടം പോലെ സ്നേഹിച്ചുകൊണ്ട് ജീവിതം എത്ര സുന്ദരമാക്കി കളയാം അവർക്ക്, അല്ലേ? ഇതല്ലേ ജീവിതം? ഇസ്ലാം മതത്തിൽ മാത്രമല്ല ഇതുപോലെ ഭാഗ്യമുള്ള സ്ത്രീകളുള്ളത്, എല്ലാ മതത്തിലുമുണ്ട്. പക്ഷേ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അധികം ഇസ്ലാം മതത്തിലാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് പറയണേ. ഞാൻ പറഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് പറയണം. ഓക്കെ.